ഇന്ന് ഏപ്രിൽ 19 വേൾഡ് ലിവർ ഡേ. ഈ ദിനം ലിവറിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിൻ്റെ ദിനമാണ്. എല്ലാ ലിവർ ഡേക്കും ഒരു മോട്ടോ ഉണ്ട്. ഈ ലിവർ ഡേൻ്റെ മോട്ടോ സോളിഡ് ഹാബിറ്റ്സ് സ്ട്രോങ് ലിവർ. അതിന് മെയിൻ ആയിട്ടുള്ള 4 ഘടകങ്ങളാണ്. ഒന്ന്, ഈറ്റ് ഹെൽത്തി, നല്ല ഫുഡ്, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ, ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. ഒരു പ്രൊഫഷണൽ ഡോക്ടറുടെ വകയിലെ എക്സസൈസിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചുള്ളൊരു ബോധവൽക്കരണം നടത്താൻ. ആൽക്കഹോൾ ആബ്സിനൻസ്, ആൽക്കഹോൾ എന്ന ലിവറിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു സാധനമാണ്. അത് ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലുണ്ട്. അത് നിർത്താനും അതിൻ്റെ പാർശ്വഫലങ്ങൾ നമ്മളെ ലിവറിനെ ബാധിക്കുന്നത് ഒഴിവാക്കാനുള്ള ഒരു ബോധവൽക്കരണം നടത്താനാണ് മെയിനായിട്ട് ഈ ആൽക്കഹോൾ ആബ്സിനൻസ് എന്ന് കൊണ്ടുവന്നത്. പിന്നെ ഇതിലൊരു മേജർ ഇമ്പോർട്ടൻസ് ആണ് ഏർലി ചെക്കപ്പ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, തൈറോയിഡ്, അമിതവണ്ണം, മദ്യപാനം ഉപയോഗിക്കുന്ന ആൾക്കാരിൽ എല്ലാവരും ലിവറിനെ ബാധിക്കാനുള്ളൊരു സാധ്യത കൂടുതലുണ്ടായതുകൊണ്ടും ലിവറിൻ്റെ അസുഖങ്ങൾക്ക് കാര്യമായി തുടക്കത്തിൽ വരെ ബുദ്ധിമുട്ടുകളൊന്നും കാണാത്തതുകൊണ്ടും ഏർലിയറായിട്ട് ചെക്കപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും ഈ പറഞ്ഞ രോഗികൾ ഒരു ലിവറിൻ്റെ ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റ്, അൾട്രാസൗണ്ട്, ഫൈബ്രോ സ്കാൻ എന്ന വക ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഡോക്ടറെ കാണാനും അത് നിഗമനം ചെയ്തിട്ട് ഏർലിയറായി വരുന്ന ലിവർ ഡിസീസ്, സിറോസിസ്, ലിവറിൻ്റെ ക്യാൻസറൊക്കെ നേരത്തെ കണ്ടുപിടിക്കാനും അതിനുള്ള ചികിത്സകൾ നേരത്തെ തന്നെ തേടാനും നമുക്ക് വളരെ സഹായകരമാണ്. അതുകൊണ്ട് ഇത്തരം രോഗികൾ നേരത്തെ തന്നെ നമ്മൾ ഒരു റൂട്ടീൻ ചെക്കപ്പിൻ്റെ പാർട്ടായിട്ട് ഒരു ഗ്യാസ്ട്രോ ഡോക്ടറെ കാണുകയും അവരുടെ ഒപ്പീനിയൻസ് തേടുകയും അവർ നിർദ്ദേശിക്കുന്ന ലിവർ ടെസ്റ്റുകളും അതിൻ്റെ കൂടെ തന്നെ ഉപദേശങ്ങളായിട്ടുള്ള ലിവറിനെ കുറിച്ച് ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ആൽക്കഹോൾ ആബ്സിനൻസിനെ പറ്റിയുള്ള വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തേടുന്നത് വളരെ നന്നായി.